എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ പലവിധത്തിലുള്ള ഫലവൃക്ഷത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇവയ്ക്ക് ചുറ്റും ഇവയെ സംരക്ഷിക്കാനായി മുള്ളുവേലികളും സ്ഥാപിക്കാറുണ്ട്. മുള്ളുവേലികൾ സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ചെടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പുറമേ നിന്നുള്ള വന്യമൃഗങ്ങളോ മനുഷ്യരോ ഒന്നും കടന്നു കയറി ഈ വൃക്ഷങ്ങളെ ആക്രമിക്കാതിരിക്കാനും ഇവയുടെ ഫലങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മുള്ളുവേലികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ ഈ മുള്ളുവേലികൾ സ്ഥാപിക്കുമ്പോൾ കുറച്ചുകൂടി സുരക്ഷിതത്വമാവട്ടെ എന്ന് വിചാരിച്ച് നാം ആരെങ്കിലും ചെടിയുടെ തണ്ടിനോട് ചേർത്ത് ഈ മുള്ളുവേലികൾ സ്ഥാപിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം വിവേകമുള്ള നമ്മൾക്കറിയാം ഈ ചെടികളുടെ തണ്ടിന് അത് നാശം വരുത്താനും അത് അവയ്ക്ക് ഫലം കായ്ക്കാനുള്ള കഴിവിനെ ബാധിക്കാനൊക്കെ ഇടവരുമെന്നുള്ളതുകൊണ്ട് ഒരു നിശ്ചിത അകലത്തിലാണ് നാം ഈ വേലികൾ സ്ഥാപിക്കുക. അതിനുവേണ്ടി ചില ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ സമ്പാദിച്ചു തന്നെയായിരിക്കും പലപ്പോഴും നാം ഈ ഒരു രീതിയിൽ മുള്ളുവേലികൾ സ്ഥാപിക്കാറുള്ളത്. എന്നാൽ ഇത്രമാത്രം വിവേകമുള്ള നമ്മുടെ കുടുംബമാകുന്ന ഫലവൃക്ഷത്തോട്ടത്തെ സംരക്ഷിക്കാനായി സ്ഥാപിക്കുന്ന നാം ആകുന്ന മുള്ളുവേലികളുടെ അകലം എത്രമാത്രം വേണമെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമ്മുടെ മക്കളാകുന്ന ഫലവൃക്ഷങ്ങൾക്ക് വളർന്നു പന്തലിക്കാനും ഫലങ്ങൾ കായ്ക്കാനുമുള്ള ഒരു സ്ഥലം ഇട്ടിട്ടാണോ നാം ആകുന്ന മുള്ളുവേലികൾ സ്ഥാപിക്കാറുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ചിലപ്പോഴെങ്കിലും നാം എടുക്കുന്ന ചില തീരുമാനങ്ങളും നാം എടുക്കുന്ന പറയുന്ന ചില അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ മക്കളാകുന്ന ഫലവൃക്ഷങ്ങൾക്ക് നന്നായി ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത വിധത്തിൽ ചിലപ്പോഴെങ്കിലും ആയിത്തീരാറില്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നിർദ്ദേശങ്ങളുമായിരിക്കാം അവർക്ക് അവരുടേതായ രീതിയിൽ വളരാനായിട്ട് കഴിയാതെ പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ചിലപ്പോഴെങ്കിലും ചില കോഴ്സുകൾ തിരഞ്ഞെടുക്കാനോ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാനോ അവർക്ക് ഇഷ്ടപ്പെട്ട ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനോ ഒക്കെ അവർ താല്പര്യം പ്രകടിപ്പിച്ചു വരുമ്പോൾ അവരുടെ സുരക്ഷിതത്വത്തെ കരുതി അവരുടെ നല്ല ഭാവിയെ കരുതി എന്ന് പറഞ്ഞുകൊണ്ട് നാം പറയുന്ന ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നാം അവരെ പിന്തിരിപ്പിക്കുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ ഫലം കായ്ക്കാനുള്ള വലിയ കഴിവുകളായിരിക്കാം. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ മൂലം വേദനിക്കുന്ന മക്കൾ നമ്മുടെ ഭവനത്തിലില്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ തലമുറയിൽ പോലും ചിലപ്പോഴെങ്കിലും ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മുടെ മാതാപിതാക്കൾ അന്ന് വ്യക്തമായി തനിക്കൊരു സപ്പോർട്ട് തരാതിരുന്നതാണ് ഇന്ന് താൻ ഒരു നല്ല നിലയിൽ എത്തിപ്പെടാതെ പോകാനുള്ള ഒരു പ്രധാന കാരണമെന്ന്. അന്ന് അവർ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുമായിരിക്കും. ചിലപ്പോഴെങ്കിലും ചില സ്പോർട്സ് ഐറ്റംസിനൊക്കെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾ നമ്മളെ സമീപിക്കുമ്പോൾ നാം അവരെ പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണം അവർക്ക് അവരുടെ ശരീരത്തിന് ഒടിവോ ചതവോ ഒന്നും സംഭവിക്കരുത്, അവരെപ്പോഴും സുരക്ഷിതരായിട്ടിരിക്കണം എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടല്ലേ. എന്നാൽ ചിലപ്പോഴെങ്കിലും അവരുടെ അതിയായ ആഗ്രഹവും അവരുടെ കാലിബറുമായിരിക്കും നമ്മൾ അതുവഴിയായിട്ട് തകർക്കുക. അതുകൊണ്ട് ഓരോ വ്യക്തികളെയും അവരുടെ ടാലൻറ്റിനെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഇച്ഛാശക്തിയും അവരുടെ ലക്ഷ്യബോധമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അളന്ന് അതിനനുസരിച്ച് അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു ഫലവൃക്ഷത്തോട്ടത്തിൽ പല വിധത്തിലുള്ള കട്ടിയുള്ള തണ്ടോടുകൂടിയ ചെടികളായിരിക്കും ഉണ്ടാവുക. ചിലത് വളരെ സോഫ്റ്റ് ആയിരിക്കാം, ചിലത് വളരെ ഹാർഡായിരിക്കാം. ഇത്തരത്തിൽ ഓരോ ചെടികളിലേക്കും മുള്ളുവേലികൾ ആഴ്ന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പരിക്കിനും വ്യത്യാസമുണ്ടാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടാണെങ്കിൽ തീർച്ചയായും അത് വളരെ ആഴത്തിൽ മുറിവേൽക്കാനും ആ ചെടികൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനും പിന്നീട് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാതിരിക്കാനും കാരണമായേക്കാം. ഇതുപോലെ കട്ടിയുള്ള തണ്ടാണെങ്കിൽ ചില പോറലിൽ മാത്രം അവശേഷിച്ചുകൊണ്ട് അത് സർവൈവ് ചെയ്തെന്നും വരാം. ഇത്തരത്തിൽ പല വിധത്തിലുള്ള മാനസിക ശാരീരിക പക്വതകളുള്ള നമ്മുടെ മക്കളടങ്ങുന്ന ഫലവൃക്ഷത്തോട്ടത്തിൽ നാം ആകുന്ന മുള്ളുവേലികൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് അവരെ ഞെരിക്കുമ്പോൾ ആ മക്കളാകുന്ന ചെടികൾക്കുണ്ടാകുന്ന ആഘാതവും വ്യത്യാസമായിരിക്കാം. അവരുടെ മാനസിക ശാരീരിക പക്വതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കണക്കിലെടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടുന്ന ഒരകലത്തിൽ വേണം നാം ആകുന്ന സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ എന്നൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വേലികൾ അവരെ ഞെരുക്കുന്ന രീതിയിൽ ആകാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു നിശ്ചിത അകലത്തിൽ കമ്പിവേലികൾ സ്ഥാപിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ചെടികൾക്ക് അതിൽ സംരക്ഷണവും അതോടൊപ്പം തന്നെ അതിന് പടർന്ന് പന്തലിച്ച് നന്നായി ശാഖകൾ വീശി ഫലം കായ്ക്കാനുള്ള അവസരവും ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മുടെ മക്കളുടെ അടുത്ത് നാം ആകുന്ന സംരക്ഷണ വേലികൾ സ്ഥാപിക്കുമ്പോൾ ഒരു നിശ്ചിത അകലം ഇട്ടുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിന് കോട്ടം തട്ടാതെ സ്ഥാപിക്കുമ്പോഴാണ് ആ വേലികൾ കൊണ്ടുള്ള അർത്ഥം യഥാർത്ഥത്തിൽ കൈവരുന്നത്. അതിനു പകരം നമ്മൾ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ ആളുകളെ ഞെരുക്കുന്ന രീതിയിൽ അഭിപ്രായങ്ങൾ പറയുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ ഇച്ഛാശക്തിയെയും അവരുടെ ഓരോ കാഴ്ചപ്പാടിനെയായിരിക്കും നമ്മൾ ചിലപ്പോൾ മുറിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ നാം ആരെങ്കിലും മുറിപ്പെടുത്തുകയോ നമ്മുടെ മക്കളുടെയോ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക.
നാമാവുന്ന മുള്ളുവേലികൾ നിശ്ചിത അകലത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നന്നായി ഫലം പുറപ്പെടുവിക്കുന്ന നല്ലൊരു ഫലവൃക്ഷത്തോട്ടത്തെ പടുതുയർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.